സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC മത്സരം സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചായിരുന്നു. ഈ ഒരു മാച്ച് അവസാനിക്കുമ്പോൾ എനിക്ക് വലിയൊരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നല്ല, ജംഷഡ്പൂർ FCയുടെ ഭാഗത്താണ്. നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു സീസണിൽ ഭയങ്കരമായുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്ത്യൻ കോച്ചാണ് ഖാലിദ് ജമീൽ. ആ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റിനെ പ്ലേ ഓഫ് വരെ എത്തിച്ച് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കോച്ചാണ് ഖാലിദ് ജമീൽ. അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ ഒരു സ്പാർക്കാണ് ഈ ഒരു മാച്ചിൽ എനിക്ക് ലഭിച്ചത്. കാരണം ഇവാൻ വുക്കമനോവിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ തുടങ്ങിയ ടീമുകളൊക്കെ തോൽപ്പിച്ച് സൂപ്പർ കപ്പിൽ ആദ്യ വിജയവും നേടി നിൽക്കുന്ന ടീമിനെയാണ് ഒരു 3-2 എന്ന ഗോൾ മാർജിനിൽ. ആൻഡ് ആ കളി എടുത്ത് നോക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ ആധിപത്യം ഉണ്ടാക്കാനോ ഒന്നും അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു വിജയം കൂടിയാണ്. ആൻഡ് ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കാവുന്നതിൽ വെച്ച് മാക്സിമം ഫോറിൻ പ്ലേയേഴ്സിനെ, സൂപ്പർ കപ്പിൽ 5 ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കാം. സോ ദേസുകെ വന്നു, ദിമിത്രോസും പെപ്രയും, പിന്നെ ശക്തമായിട്ടുള്ള ആ ഒരു പ്രതിരോധ നിര പ്ലസ് കോച്ച് മിലോസ് തുടങ്ങുന്ന ആ ഒരു സെന്റർ ബാക്ക് കോംബോയും തിരിച്ചു വന്നു. എന്നിട്ടും ISL ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും വളരെ അപൂർവമായിട്ട് വഴങ്ങുന്ന ആ ഒരു കോംബോയ്ക്കെതിരെയാണ് 3 ഗോളുകൾ, അതും 2 ഓപ്പൺ പ്ലേ ഗോള് ഡിഫൻസിന്റെ വീക്ക്നെസ് മുതലെടുത്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ഗോളുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ആ പെനാൽറ്റിയിലേക്ക് നയിച്ച മൂവ്മെന്റും ഡിഫൻസിൽ ഒരു വീക്ക്നെസ് തുറന്നെടുത്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മാച്ചിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 5 ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ച് ഇറക്കിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഇമ്പാക്ട് കിട്ടാതെ പോയ, അല്ലെങ്കിൽ ഖാലിദ് ജമീൽ ജംഷഡ്പൂർ FCയെ പ്രിപ്പയർ ചെയ്ത് ഇറക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് ബ്ലാസ്റ്റേഴ്സ് റീസെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടാക്ടിക്സിനെല്ലാം ഒരു കൗണ്ടർ ടാക്ടിക്സ് കണ്ടുപിടിക്കാനും അത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു മാച്ചിൽ ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യാനും ജംഷഡ്പൂർ FCക്കും ഖാലിദ് ജമീലും സാധിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടറായിട്ട് തോന്നിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മുംബൈ സിറ്റി FCക്കെതിരെ, മോഹൻ ബഗാനെതിരെയും കൃത്യമായിട്ട് വർക്ക് ചെയ്ത ഒരു ടാക്ടിക്സ് ആണ്. ആ ഒരു 4-4-2 കൃത്യമായിട്ട് യൂസ് ചെയ്ത് സോണൽ മാർക്കിംഗ് വഴി ആ ഒരു ഓപ്പൺ ടീമിനെ ബിൽഡപ്പിനെ കട്ട് ചെയ്ത് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പന്ത് റിക്കവർ ചെയ്യുന്ന, അവരെ അറ്റാക്കിനെ അനുവദിക്കാതെ മുന്നോട്ട് വരാൻ അനുവദിക്കാതിരിക്കുന്ന ആ ഒരു ടാക്ടിക്സ്, അതിനെ കൃത്യമായിട്ട് ആ ഒരു ഓൺ ഹാഫിൽ മാക്സിമം പ്ലേയേഴ്സിനെ ഇറക്കി കൊണ്ടുവന്നിട്ട് ആ ഒരു ഡിഫൻസീവ് ലൈൻ 4 പേരടങ്ങുന്ന ആ ഒരു ഡിഫൻസീവ് ലൈനിൽ ആ ഒരു ഫുൾ ബാക്സിനെ കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ട് ആൻഡ് ഡിഫൻസീവ് മിഡ് മെൻസറോയും അതുപോലെ തന്നെ വേറൊരു പ്ലെയറും കൂടി ഇറങ്ങി വന്ന ഒരു 6 പേര് എപ്പോഴും ആ ഒരു ജംഷഡ്പൂർ FC ബിൽഡപ്പ് ചെയ്യുമ്പോൾ 6 അതിലധികം പ്ലേയേഴ്സിനെ ഓൺ ഹാഫിൽ കാണാൻ സാധിച്ചു. ഇതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അവരുടെ ബിൽഡപ്പിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. പല സമയത്തും ഈ പറഞ്ഞ പോലെ ഇത്രയും പ്ലേയേഴ്സിനെ ഓൺ ഹാഫിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ 2 സ്ട്രൈക്കേഴ്സും മിഡ്ഫീൽഡിന്റെ 4 പ്ലേയേഴ്സും നോക്കിയിട്ടും ആ ഒരു ബിൽഡപ്പിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ അത്രയും പ്ലേയേഴ്സിനെ, ബിൽഡപ്പിൽ മാക്സിമം പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു വിങ്ങിലൂടെയും അതുപോലെ തന്നെ സെന്ററിലൂടെയൊക്കെ ആ ഒരു ബിൽഡപ്പ് മുന്നോട്ട് കൊണ്ടുവന്നു. സോ ബ്ലാസ്റ്റേഴ്സിന് ഒന്നാമത്തെ തന്ത്രം തന്നെ അവിടെ പാളി എന്ന് പറയാം, അല്ലെങ്കിൽ അതിനൊരു കൗണ്ടർ ടാക്ടിക്സ് കൊണ്ടുവരാൻ അതിന് സാധിച്ചു എന്ന് പറയാം. ആ ഒരു ഏരിയാസ് നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ FCയുടെ ഒരുവിധപ്പെട്ട ബിൽഡപ്പ്, ഒരു 90% ബിൽഡപ്പിനും വലിയ കോട്ടവും തട്ടാതെ ഓപ്പൺ ഹാഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൺ ഹാഫിൽ സ്റ്റക്കായി പോവാതെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫ് ദ ബോൾ ഉള്ള പെർഫോമൻസ് ആണ്. ആൻഡ് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവാൻ വുക്കമനോവിച്ചിന്റെ മെയിൻ ടാക്ടിക്സ് കിടക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ ആ ഒരു സ്ട്രെങ്ത് കിടക്കുന്നത് വിത്തൗട്ട് ദ ബോളാണ്. പന്തില്ലാത്ത സമയത്ത് ഓപ്പൺ ടീമിനെ പ്രസ് ചെയ്ത് അവരിൽ നിന്ന് പന്ത് റിക്കവർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് പല സമയത്തും ഇവാൻ വുക്കമനോവിച്ചിന്റെ ഒരു ഗെയിംസിൽ കാണാറുള്ളത്. ഇവിടെ അത് തിരിച്ച് ഖാലിദ് ജമീൽ പ്രയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാസ്റ്റേഴ്സ് വിത്ത് ദ ബോൾ കൈവശം വെക്കുമ്പോൾ ഓഫ് ദ ബോൾ ഉള്ള ജംഷഡ്പൂർ FCയുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മിഡിൽ ആ ഒരു കൺട്രോൾ, ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ആ ഒരു മിഡിൽ കൺട്രോൾ കൊണ്ടുവരാൻ ജംഷഡ്പൂർ FC അനുവദിച്ചിട്ടില്ല. പല സമയത്തും ഈ പറഞ്ഞ പോലെ ലെസ്കോച്ചും മിലോസും പാസ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് പോലും മിഡ്ഫീൽഡ് വഴി, അല്ലെങ്കിൽ ആ ഒരു റസറും ഡാനിഷ് ഫാറൂഖും വഴി മുന്നോട്ട് പോകാനോ ആ ഒരു മിഡിൽ ഒരു പ്രസ്സിംഗ് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി സ്മൂത്തായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ ഈ ഒരു മാച്ചിൽ ഓഫ് ദ ബോൾ ജംഷഡ്പൂർ FC മാനേജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പല അറ്റാക്സിനും ഒരു കൃത്യമായ ലക്ഷ്യമില്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്ത് ഇല്ലാതെ പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആകപ്പാടെ ഒരു പെനാൽറ്റി വന്ന മൂവ്മെന്റ് മാത്രമാണ് ഒരു മാച്ചിൽ ത്രൂ ഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് നീറ്റായിട്ട് വന്ന ഒരു 1 ടച്ച് ഫുട്ബോൾ, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ കളിച്ച് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിനെ അനുവദിച്ചിട്ടില്ല എന്ന് പറയാം. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള ഡിഫൻസിനെ പൊളിക്കാനും അതിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ISLൽ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും അധികം വഴങ്ങാതിരുന്ന ആ ഒരു കോംബോ മിലോസും ലെസ്കോച്ചും ഈ ഒരു മാച്ചിലും അവർ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അവരുടെ പിഴവുകൾ, അല്ലെങ്കിൽ അവർക്കെതിരെ കൃത്യമായ രീതിയിൽ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാനും ഡാനിയൽ ചീമ ചുക്കു എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കറിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഖാലിദ് ജമീലിന് ഒരു മാച്ചിൽ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2 ഗോളും ചുക്കുവാണ് സ്കോർ ചെയ്തത്. ആൻഡ് മൂന്നാമത്തെ ഗോളിന് പെനാൽറ്റി വഴങ്ങിയതും ചുക്കുവിന്റെ ആ ഒരു എഫേർട്ടായിരുന്നു. സോ ചുക്കു എന്ന് പറയുന്ന ആ ഒരു സ്ട്രൈക്കറിനെ എങ്ങനെയാണോ ഈ 2 ഡിഫൻഡേഴ്സിനെതിരെ യൂസ് ചെയ്യേണ്ടത് അതിനെ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ എങ്ങനെയാണ് ഈ ഡിഫൻസിൽ നിന്ന് ആ ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഡിഫൻസിൽ ആ ഒരു പഴുത് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഒരു തവണ കൂടി മാച്ച് കണ്ടാലേ എനിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് തന്നെയായാലും ആ ഒരു മാച്ച് അവസാനിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഡിഫൻസിനെ പൊളിക്കാനും ഖാലിദ് ജമീൽ സാധിച്ചിട്ടുണ്ട്. സോ ഇത്രയും ചെയ്തപ്പോൾ കളിയിൽ ആ ഒരു ആധിപത്യം, ഈ പറഞ്ഞ പോലെ കളിയിൽ
ടോട്ടലി ബ്ലാസ്റ്റേഴ്സ് ഔട്ടായതുപോലെ അല്ല, എന്നാൽ പോലും ആ ഒരു ആധിപത്യം കൊണ്ടുവരാനോ ലീഡ് നേടിയത് ഈ പറഞ്ഞ പോലെ അധിക നേരം കീപ്പ് ചെയ്യാനോ ഒന്ന് തിരിച്ചു വരാനോ ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ഇൻ കേസ് ആ 2 പെനാൽറ്റി ഗോളും പിന്നെ ഒരു ഗോളും അടിച്ച് സമനിലയോ ജയിച്ചാൽ പോലും ഈ ഒരു മാച്ചിൽ ശരിക്കും ടാക്ടിക്കലി ഇവാൻ വുക്കോവനോവിച്ചിനെ ബീറ്റ് ചെയ്യാൻ ഇന്ത്യൻ കോച്ചായിട്ടുള്ള ഖാലിദ് ജമീലിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വന്നേനെ. ഈ പറഞ്ഞ പോലെ ടാക്ടിക്കലി ബീറ്റ് ആയപ്പോൾ പ്ലേയേഴ്സിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തത് പോലെയാണ് ഫീൽ ചെയ്തത്. തുടക്കം ഡെയ്സുക്കെ സക്കായി, പെപ്ര, ദിമിത്രിയോസ് അവരൊരു സ്പാർക്ക് തന്നു. പ്രത്യേകിച്ചും ആ ഒരു പെനാൽറ്റിയുടെ മൂവ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഡെയ്സുക്കെ വഴി തുടങ്ങിയ മൂവ്മെന്റ് പെപ്ര വിങ്ങിലേക്ക് പോയി, വിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള പെപ്ര കൃത്യമായിട്ട് ബോക്സിനകത്തേക്ക് കൊടുത്ത് ദിമിത്രിയോസ് ഡെയ്സുക്കെ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഒരു പെനാൽറ്റി ആയിരുന്നു. അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു നമുക്ക് കൂടുതലും വേണ്ടിയിരുന്നത്. അവർ തമ്മിലുള്ള കോമ്പിനേഷനും അത്തരത്തിൽ ആ ജംഷഡ്പൂർ എഫ്സിയുടെ പ്രസ്സിങ്ങിനെ മറികടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഉടനീളം മറികടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാച്ചിലെ റിസൾട്ട് മാറ്റിയെടുക്കാൻ പറ്റിയത്. ആൻഡ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇത് ശരിയാണോന്ന് അറിയില്ല, സെക്കൻഡ് ഹാഫിൽ സാധാരണ ബ്ലാസ്റ്റേഴ്സ് ടാക്ടിക്സ് മാറ്റി ഇറങ്ങാറുണ്ട്, അല്ലെങ്കിൽ ഇവാൻ വുക്കോവനോവിച്ചും ഈ പറഞ്ഞ പോലെ കൗണ്ടർ ടാക്ടിക്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കംബാക്ക് നടത്താൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കോച്ചാണ്. പല മാച്ചുകളിലും ഫസ്റ്റ് ഹാഫ് മോശമാകുമ്പോൾ സെക്കൻഡ് ഹാഫ് നന്നാവുന്നതിന് കാരണവും ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ അതിനെയും മറികടക്കാൻ ഖാലിദ് ജമീൽ സാധിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തി, അത് ഫോഴ്സ്ഫുള്ളി വരുത്തിയതാണോ ടാക്ടിക്കലി വരുത്തിയതാണോ എന്നറിയാത്തതുകൊണ്ടാണ് ഇതിൽ എൻ്റെ ഒരു ഒബ്സർവേഷനായിട്ട് മാത്രം നിൽക്കുന്നത്. ആ ഒരു ചേഞ്ച് ഈ പറഞ്ഞ പോലെ ഇവാൻ വുക്കോവനോവിച്ച് മാറ്റി ഇറങ്ങി, അല്ലെങ്കിൽ ഇവാൻ വുക്കോവനോവിച്ച് പ്രിപ്പയർ ചെയ്ത് ഇറങ്ങിയതിനെ വീണ്ടും പൊളിക്കുന്ന രീതിയിലാണ് ആ ചേഞ്ച് വന്നത്. സോ സെക്കൻഡ് ഹാഫിലും ആ ഒരു തിരിച്ചുവരവ് നടത്താൻ അല്ലെങ്കിൽ കംബാക്ക് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. ആൻഡ് ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കംബാക്കിൻ്റെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കളിയിൽ അവരെ ഒന്ന് തളർത്തുന്ന രീതിയിലോ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പ്ലേയേഴ്സ് എല്ലാം അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡെയ്സുക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ദിമിത്രിയോസ് ആണെങ്കിലും ഡിഫൻസിലെ മാർക്കോലോസ് കോച്ച്, മിലോസ് അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ് കൊണ്ട് നിശബ്ദരാക്കി നിർത്തിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഈ ഒരു മാച്ചിൽ ഈ പറഞ്ഞ പോലെ ഗോളുകൾ കൊണ്ട് വലിയൊരു മാർജിനിലല്ല നമ്മൾ തോറ്റിട്ടുള്ളത്. പക്ഷെ എന്നാലും ടാക്ടിക്കലി വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു മാച്ചിൽ നേരിട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും ഈ സീസണിലെ സൂപ്പർ കപ്പിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു മാച്ചിൽ വിജയത്തോടുകൂടി ജംഷഡ്പൂർ എഫ്സിക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്, ഒരു വലിയ അപ്പർ ഹാൻഡ് ആണ് ആ ഒരു പോയിന്റ് ടേബിളിലും കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരേ ഒരു ആഗ്രഹമുള്ളത് ഈ ഒരു ടാക്ടിക്കൽ വീക്ക്നെസ് ISL വരുമ്പോൾ മറ്റു ടീമുകൾ കണ്ടുപഠിക്കാതിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചു വരാൻ സാധിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെങ്ത് ഉള്ള ഒരു 11യും സ്ട്രെങ്ത് ഉള്ള ഒരു ലൈനപ്പ് ഒക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അധികം വൈകാതെ കൗണ്ടർ ടാക്ടിക്സും പല കോച്ചുമാരും പഠിച്ചു വരും എന്നുള്ളതും എക്സ്പെക്റ്റഡ് ആയിരുന്നു. ആൻഡ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കേണ്ടതുണ്ട്. പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടോ ടാക്ടിക്കലി വരുന്ന ചേഞ്ചസ് കൊണ്ടോ തിരിച്ചു വരാൻ ISLലും സൂപ്പർ കപ്പിലും സാധിക്കേണ്ടതുണ്ട്. ആൻഡ് ഇത് എൻ്റെ ഒബ്സർവേഷൻ മാത്രമാണ്. ഒറ്റ ടൈം ആ ഒരു മാച്ച് കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് മാച്ച് ഒന്നുകൂടി കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു മാച്ചിൽ ഇതല്ലാതെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള, നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.